ഹായ് ഫ്രണ്ട്സ്, കംപ്ലീറ്റ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഡെയിലി വ്ലോഗിൻ്റെ 18ാമത്തെ ദിവസമാണ് കേട്ടോ. ഇന്ന് രാവിലെ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ പണികളൊക്കെ ഉണ്ട്. ഒന്ന്, എനിക്ക് ജസ്റ്റ് ഇവിടെയൊക്കെ ഹാളൊക്കെ ജസ്റ്റ് തൂത്തുവാരി വൃത്തിയാക്കണം. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എൻ്റെ ഫിഷ് ടാങ്ക് എവിടെ കണ്ട ഈ വെള്ളത്തിന് ഈ കളറായി. ഇനി ഇതിവിടെ കിടന്നു കഴിഞ്ഞാൽ അമ്മ എന്നെ കൊല്ലും. അതൊന്നാമത്തെ കാര്യം. വെള്ളം മാറ്റില്ലെങ്കിൽ അമ്മ എന്നെ കൊല്ലും. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആ മീൻ ചത്തു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ചുമയൊക്കെ പിടിച്ച് ചാവാറായി തോന്നുന്നു. ഈ കബമൊക്കെ നെഞ്ചി കെട്ടിക്കിടക്കുന്നു, ചാവാറായി തോന്നുന്നു. പിന്നെ എനിക്ക് തുണി കഴുകാൻ കുറേ തുണി കഴുകാനുണ്ട് കേട്ടോ. തുണി കഴുകാൻ. പക്ഷേ ഇതാ നല്ല മഴക്കോളെന്ന് വെച്ചാൽ നല്ല മഴക്കോള് വരണം. അപ്പോൾ എന്തായാലും തുണി കഴുകിക്കഴിഞ്ഞാൽ ഉണങ്ങൂല. ഉണങ്ങിയില്ലെങ്കിൽ അതവിടെ കിടന്ന് പുഴുവി നാറും ലാസ്റ്റ്. അതിനെക്കാട്ടി എന്തിനാ നമ്മൾ ഈ കൊലച്ചതികൾ ചെയ്യണം. അതുകൊണ്ട് ഞാൻ വെച്ച് ഒരു 2-3 തുണി മാത്രം കഴുകി സൈഡിലൊക്കെ ഇട്ട് ഉണക്കാം. ഈ കടിയേശയൊക്കെ ഉണ്ട്. ഇതമ്മ ഇന്നലെ അമ്മേനെ മാക്സി, ഈ ചേട്ടനെ കുറച്ച് ബനിയൻ അങ്ങനെയൊക്കെ കഴുകിയിട്ടേക്കണം. ഇതെല്ലാം വരി പറ്റിയിട്ട് എൻ്റെ തുണി ഞാൻ കഴുകിയിടാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് അച്ചാമ്മയ്ക്ക് ചട്ടിച്ചോറ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ചാമ്മ ചട്ടിച്ചോറ് മേടിക്കാനായിട്ട് പോവാമെന്ന് വിചാരിച്ചു. പക്ഷേ നടക്കൂലെന്നാണ് തോന്നുന്നത്. കാരണം നല്ല മഴ വരണം. അപ്പോഴത്തേക്ക് ചേട്ടൻ പോയിട്ട് വരാമെന്നുള്ളൊരിത്. കാരണം അച്ചമ്മയ്ക്ക് കാലും വയ്യ, അച്ചമ്മൻ്റെ കാലും വയ്യാതിരിക്കുന്നു. ഇങ്ങനെ ഹോസ്പിറ്റലിലും കാണിക്കുമായിരുന്നു. അപ്പം നല്ല മഴ പറഞ്ഞുകൊണ്ട് ചേട്ടൻ കാറിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ ഞാൻ പോവേണ്ടി വരില്ല. അപ്പോൾ പിന്നെ ഇന്ന് ഫുൾ വീട്ടിലെ വിശേഷങ്ങളൊക്കെ തന്നെയാണ്. അമ്മ അത്യാവശ്യമായിട്ടൊരു സ്ഥലത്ത് പോയേക്കാണ്. ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിളിച്ച് പാത്രമൊക്കെ തേച്ച് എഴുതി അമ്മേനെ ഒന്ന് ജസ്റ്റ് സഹായിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ബാക്കി വീഡിയോ പതുക്കെ കാണാം. അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ എല്ലാം രാവിലെ പെട്ടെന്ന് ചെയ്യാമെന്ന് ചോദിച്ചത് അത്തൂത്തൊക്കെ വരെ എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. പാട്ട് കേട്ട് ചെയ്യാൻ വേറൊരു മൂഡല്ലേ. അതുകൊണ്ട് പിന്നെ പാട്ട് കേൾക്കാമെന്ന് ചോദിച്ചാൽ നമ്മളെ ഗോവയിലെ പാട്ടൊക്കെ ഇട്ട് ഗുരുവായൂർ അമ്പലനാടിൽ ആ സിനിമ കണ്ടതിന് ശേഷം ഞാൻ അതിൻ്റെ ഒരു ഫാനായിപ്പോയി. ഞാൻ ആ പാട്ടിൻ്റെ ഫാനായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ആ പാട്ടൊക്കെ കിട്ടും. അപ്പം അമ്മ പറഞ്ഞ് ടാർപ്പ കിട്ടാന്ന് പറഞ്ഞാൽ നമ്മളെ വണ്ടികളെല്ലാം നനയുമെന്ന് വിചാരിച്ച് ടാർപ്പ കിട്ടി. എന്നിട്ട് ഞാൻ വന്നപ്പോഴത്തേക്ക് ഇത് ഗുളിക പാരസെറ്റമോൾ കേട്ടോ. രണ്ട് കളറ്. ഒരു സൈഡ് ഒരു കളറ്, വേറൊരു സൈഡ് വേറൊരു കളർ. അത് കണ്ടപ്പോൾ പെട്ടെന്ന് നിങ്ങളെ കാണിക്കുമെന്ന് തോന്നി. എന്നിട്ട് ഇതാ ഞാൻ ചേട്ടനെ കൊണ്ട് ആശുപത്രി പോയി. ചേട്ടൻ്റെ കാലിതാ ഇച്ചിരി അഹങ്കാരം കൂടിപ്പോയത് കൊണ്ട് മാത്രം അത് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ നിന്ന് പാറക്കല്ല് തട്ടുകയോ അങ്ങനെ എന്തൊക്കെയോ സംഭവിച്ചിട്ട് ചേട്ടൻ്റെ കാലിത ഇങ്ങനെയായി. പഴുത്ത അവസ്ഥയായപ്പോഴത്തേക്ക് നമ്മൾ രണ്ടും കൊണ്ട് ആശുപത്രി കാണിച്ചു. കയ്യിലാണെങ്കിൽ കാശില്ല, പടച്ചോനെ കണ്ണിലിരുട്ട് കയറുന്നത് പോലെ തോന്നുന്നു. അങ്ങനെ അവരെന്തായാലും കുത്തി പിഞ്ഞാതെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ തുടച്ച് വൃത്തിയായി. ഗവൺമെൻറ് ആശുപത്രിയില്ലേ, അല്ലെങ്കിലും അവരങ്ങനെയൊക്കെ ജസ്റ്റ് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വിട്ടു. എന്നിട്ട് ഇതാ ഒന്നും സംഭവിക്കാത്ത കണക്ക് മാരക നടത്തുമായിരുന്നു എൻ്റെ ചേട്ടൻ. വീഡിയോയ്ക്ക് വേണ്ടി ആറ്റിറ്റ്യൂഡായിട്ട് നടക്കുന്നതാണ് കേട്ടോ ഇത്. അതിനുശേഷം ഇതിൻ്റെ ക്ഷീണം മാറ്റാനായിട്ട് നമ്മൾ രണ്ട് ലൈം കുടിച്ചു. അതിൻ്റെ പൈസയ്ക്കല്ല, അവൻ്റെ പൈസയ്ക്ക്. രാത്രിയായപ്പോൾ പിന്നെ കഫേ ഡി കട്ടണിൽ പോകാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒരു കഫേയാണ് കേട്ടോ. അതായത് ഒരു വീടിനെ മേക്ക് ഓവർ ചെയ്ത് ഒരു കഫേയൊക്കെ ആക്കി മാറ്റി തന്നൊരു അടിപൊളി ആണ് കേട്ടോ. നല്ല വൈബ് ചെയ്ത് നമുക്ക് ചെന്നിരിക്കാനും അതുപോലെ കുറേ നേരം ഇങ്ങനെ ചുമ്മാ നേരം പോക്ക് എന്ന് വേണമെങ്കിൽ പറയാം. സംഭവം എന്തായാലും അടിപൊളി നല്ല വൈബായിട്ടുള്ള സ്ഥലമാണ്. ഈ ഒരു റൂമിനകത്ത് കുറേ എന്തോന്ന് ഈ പുരാതന വസ്തുക്കളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ അതിനൊന്നും മൈൻഡ് ചെയ്യാറില്ല. എന്നിട്ട് നേരെ ആർത്തി മൂത്ത് ഞാൻ ഒരു അവക്കാഡോ ഷേക്ക് അങ്ങ് ഓർഡർ ചെയ്തു. എൻ്റെ അഹങ്കാരം കൂടിപ്പോയതാണെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ 5 സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തിനിടയിൽ ഒരു ഹോംലി മീൽസ്. இந்த கோழியை பார்த்தாலே தெரியும் நல்ல ടേസ്റ്റ്. എനിക്ക് പ്രാന്താ. ഇതെല്ലാം എങ്ങോട്ട് പോകുന്നു? ഭക്ഷണ കാര്യത്തിൽ ഒരു മജീഷ്യൻ ആണല്ലേ. പിന്നല്ല, ഇതൊക്കെ എന്നെക്കൊണ്ടേ സാധിക്കും. പിന്നെ അവിടുന്ന് ഒരു ബർഗറും പിന്നെ വേറെ എന്തോ ഒരു സംഭവം കൂടി മേടിച്ച് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ അനിയത്തി അച്ചാമ്മ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. രാത്രി ആയപ്പോഴും നല്ല ഉറക്കമായി അവള്. ഞാനാണെങ്കിൽ കുറച്ച് നേരം വീഡിയോ എഡിറ്റ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ എനിക്ക് മടിയായിരുന്നു. മടി കാരണം എനിക്ക് വയ്യ. പിന്നെ അവൾ ഉറങ്ങണം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കം വന്നു. പിന്നെ ഞാൻ വെച്ച് ഞാൻ കിടന്ന് ഉറങ്ങാം എന്നൊക്കെ ഉള്ളൊരു പ്ലാനിലായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ബൈ.